കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ആത്മീക നേതൃത്വത്തിൻ്റെ അപജയത്തെക്കുറിച്ചും മൂല്യച്യുതിയെക്കുറിച്ചും ആംഗലേയ സാഹിത്യത്തിൽ കവിതയുടെ പിതാവെന്നറിയപ്പെടുന്ന ജെയോഫ്രെ ചോസർ കാൻറ്റംപററി ടെയിൽസിൽ ഇപ്രകാരം എഴുതി: "ഇഫ് ഗോൾഡ് റസ്റ്റ്സ്, വാട്ട് ഷാൽ പുവർ അയൺ ഡു?" സ്വർണത്തിന് തുരുമ്പ് പിടിച്ചാൽ പാവം ഇരുമ്പിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ശ്ലീബ പെരുന്നാളിന് ശേഷം 5-ാം ഞായറാഴ്ച വിശുദ്ധ ഏവൻഗേലിയോൻ വായന ക്രമീകരിച്ചിരിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. മോശയിക പീഠത്തിലെ പുഴുക്കുത്തുകളാണ് നസ്രായക്കാരൻ വിവരിക്കുന്നത്. മോശയിക പീഠത്തിലെ പുഴുക്കുത്തിനെ കുറിച്ച് യേശുക്രിസ്തു പറയുന്നു, ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ പീഠത്തിൽ ഇരിക്കുന്നു, അതുകൊണ്ട് അവരെ അനുസരിക്കണം. അവർ പറയുന്നത് അനുസരിക്കണം, പക്ഷേ അവരുടെ പ്രവൃത്തികൾ പോലെ നിങ്ങൾ ചെയ്യരുത്. സഹോദരങ്ങളെ, എന്താണ് കർത്താവ് ഇപ്രകാരം ശക്തമായ ഭാഷയിൽ മോശയിക പീഠത്തെ വിമർശിക്കുന്നത്? ഒന്നാമത്, പറയുന്നതല്ലാതെ അവർ ഒന്നും പ്രവർത്തിക്കുന്നില്ല. രണ്ടാമത്, അവരുടെ പ്രവൃത്തികൾ മനുഷ്യർക്ക് കാണുവാൻ വേണ്ടി മാത്രമാണ് അവർ ചെയ്യുന്നത്. മൂന്നാമത്, അവർ ഭാരമേറിയ ഘനമുള്ള ചുമടുകളെ കെട്ടി മനുഷ്യരുടെ തോളിൽ വയ്ക്കുന്നു. ഒരു വിരൽ കൊണ്ടുപോലും അവയെ തൊടുവാൻ അവർക്ക് മനസ്സില്ല. യഹൂദന്മാരുടെ പാരമ്പര്യത്തിൽ പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 9-ാം വാക്യത്തിൽ വിവരിക്കുന്നു, യഹോവയുടെ ന്യായപ്രമാണം നിന്റെ വായിൽ ഉണ്ടായിരിക്കേണ്ടതിന് ഇത് നിനക്ക് നിന്റെ കയ്യിന്മേൽ അടയാളവും നിന്റെ കണ്ണുകളുടെ നടുവിൽ ജ്ഞാപക ലക്ഷ്യവുമായിരിക്കണം. അതുകൊണ്ട് ഓരോ യഹൂദനും യഹോവയുടെ ന്യായപ്രമാണത്തിൽ ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് ജീവിതചര്യകൾ മുൻപോട്ട് കൊണ്ടുപോകുവാൻ അവൻ കയ്യിൽ അടയാളവും കണ്ണിൻ്റെ നടുവിൽ ജ്ഞാപകവുമായി യഥാർത്ഥത്തിൽ ന്യായപ്രമാണത്തെ പ്രദർശിപ്പിച്ചിരുന്നു. സംഖ്യാപുസ്തകം 15-ാം അധ്യായം 38-ാം വാക്യത്തിൽ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു, അവർ തലമുറയായി വസ്ത്രത്തിൻ്റെ കോൺ തലയ്ക്ക് പൊടിപ്പുണ്ടാക്കുകയും കോൺ തലയ്ക്കലെ പൊടിപ്പിൽ നീല ചരട് കെട്ടുകയും വേണം. നിങ്ങൾ യഹോവയുടെ സകല കൽപ്പനകളും ഓർത്ത് അനുസരിക്കേണ്ടതിനും നിങ്ങളുടെ സ്വന്തം ഹൃദയത്തിനും സ്വന്തം കണ്ണിനും തോന്നിയവണ്ണം പരസംഗമായി നടക്കാതിരിക്കേണ്ടതിനും ആ പൊടിപ്പ് ജ്ഞാപകം ആയിരിക്കണം. യഹോവയാം ദൈവം ഇസ്രായേൽ മക്കൾ തനിക്ക് വിളിച്ചു വേർതിരിക്കപ്പെട്ട വിശുദ്ധ വംശമായി തീരേണ്ടതിനാണ് ന്യായപ്രമാണം നൽകിയത്. എന്നാൽ ന്യായപ്രമാണം ആക്ഷരികമായി ആചരണത്തിൻ്റെ ഭാഗമായി ശാസ്ത്രിമാരും പരീശന്മാരും അനുഷ്ഠിച്ചു. എന്നാൽ അനുസൃതമായ ആന്തരിക വ്യതിയാനം അവർക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് മോശയിക പീഠം അനുഷ്ഠാനങ്ങളുണ്ടെങ്കിലും ആന്തരിക വ്യതിയാനമില്ലാത്തതുകൊണ്ട്, ആത്മീക മാതൃക ജനങ്ങൾക്ക് കൊടുക്കുവാൻ സാധിക്കാത്തതുകൊണ്ട് മോശയിക പീഠം പുഴുക്കുത്തുകളാൽ നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു ശക്തമായ ഭാഷയിൽ തൻ്റെ പ്രബോധനത്തിൽ ശാസ്ത്രിമാരെയും പരീശന്മാരെയും യഹൂദ ആത്മീക നേതൃത്വത്തെ വിമർശന വിധേയമാക്കുന്നു. കർത്താവ് ഓർമ്മിപ്പിക്കുന്നു, അത്താഴത്തിൽ പ്രധാന സ്ഥലവും പള്ളിയിൽ മുഖ്യാസനവും അങ്ങാടിയിൽ വന്ദനവും മനുഷ്യർ റബി എന്ന് വിളിക്കുന്നതുമാണ് അവർക്ക് പ്രിയങ്കരമാകുന്നു എന്ന് യേശുക്രിസ്തു ഓർമ്മിപ്പിക്കുന്നു. സഹോദരങ്ങളെ, കാലികമായി ഈ വിഷയത്തിൻ്റെ പ്രസക്തി എത്ര വലുതാണ്! ആധുനിക കാലഘട്ടത്തിൽ ആത്മീക നേതൃത്വം ധാർമ്മിക അധപ്പതനത്തിനും മൂല്യച്യുതിയിലും അകപ്പെട്ടിരിക്കുന്നു എന്നത് സത്യമാണ്. നേതൃത്വം എന്ന് വിവക്ഷിക്കുമ്പോൾ അത് വൈദികരും മഹാപുരോഹിതന്മാരും അടങ്ങുന്ന നേതൃത്വം എന്നത് പ്രധാനമായി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും.
ആത്മീക അപജയം സംഭവിച്ചിരിക്കുന്നു എന്നത് സത്യം. എന്നാൽ കുടുംബജീവിതത്തിലും ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട മേഖലകളിലുമെല്ലാം നേതൃത്വത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് ആത്മീക നേതൃത്വം നൽകുന്ന സമൂഹം മാത്രമല്ല, നമ്മുടെ കുടുംബജീവിതത്തിലും അതുപോലെ തന്നെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലെല്ലാം യഥാർത്ഥത്തിൽ ഇന്ന് ആത്മീക അപജയം സംഭവിച്ചിരിക്കുന്നു. എന്നാൽ അതേസമയം തന്നെ ഈ വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ മോശയിക പീഠത്തിൻ്റെ അനുകരണീയ മാതൃകകളെക്കുറിച്ച് യേശുക്രിസ്തു ഓർമ്മിപ്പിക്കുന്നു. കർത്താവ് പറയുന്നു, വ്യക്തമായി യേശുക്രിസ്തു ഓർമ്മിപ്പിക്കുന്നു, റബ്ബി എന്ന പേർ എടുക്കരുത്, നിങ്ങളുടെ ഗുരു ഒരുവൻ, നിങ്ങളോ എല്ലാവരും സഹോദരങ്ങളാകുന്നു. ആരെയും പിതാവെന്ന് വിളിക്കരുത്, ഒരുത്തനത്രേ നിങ്ങളുടെ പിതാവ്, സ്വർഗസ്ഥൻ തന്നെ. നിങ്ങൾ നായകന്മാർ എന്ന് പേർ എടുക്കരുത്, ഒരുത്തനത്രേ നിങ്ങളുടെ നായകൻ, യേശുക്രിസ്തു തന്നെ. യഥാർത്ഥത്തിൽ ശരിയായ ആത്മീക നേതൃത്വത്തിൻ്റെ അർത്ഥതലങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായി കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 11-12 വാക്യങ്ങളിൽ പരിശുദ്ധ സഭയുടെ അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ ആധ്യാത്മിക നേതൃത്വത്തിൻ്റെ അടിസ്ഥാന പ്രമാണം യേശുക്രിസ്തു പഠിപ്പിക്കുന്നു. നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷക്കാരൻ ആകണം. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ എല്ലാം ഉയർത്തപ്പെടും. ഇതാണ് സ്വർഗരാജ്യത്തിൻ്റെ പ്രമാണം. ഈ വേദഭാഗത്തിൻ്റെ വിശകലനത്തിലേക്ക് പോകുമ്പോൾ പരിശുദ്ധ മത്തായി ശ്ലീഹ പ്രതിനിധാനം ചെയ്യുന്ന ആദിമ ക്രൈസ്തവ സമൂഹത്തെ നമ്മൾ ഓർക്കണം. യഥാർത്ഥത്തിൽ മത്തായി ശ്ലീഹ യഹൂദ സമൂഹത്തിൻ്റെ പ്രതിനിധിയാണ്. അപ്പോസ്തോലിക സഭയിൽ യഹൂദ മതത്തിൽ നിന്ന് ക്രിസ്തീയ മാർഗത്തിലേക്ക് കടന്നു വന്നവർ അനേകരാണ്. എന്നാൽ അവരുടെ മനസ്സിൽ ഉണ്ടാകുന്ന വലിയൊരു സന്ദേഹമാണ് യഹൂദ പാരമ്പര്യവും ക്രിസ്തീയ സഭയും തമ്മിലുള്ള വ്യത്യാസം. യഹൂദ പാരമ്പര്യത്തിലെ സിനഗോഗും അവിടെ ക്രമീകരിക്കപ്പെടുന്ന ഒരു കോൺഗ്രിഗേഷനുമുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമാണ് ദൈവരാജ്യത്തിൽ പരിശുദ്ധ സഭ, എക്ലീസിയ, വിളിച്ചു വേർതിരിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ സമൂഹം. അതുകൊണ്ട് അപ്പോസ്തോലിക സമൂഹത്തിൽ ഒരു സന്ദേഹമുണ്ട്, ആരെ അനുസരിക്കണം, ആരുടെ മാതൃക സ്വീകരിക്കണം. ശാസ്ത്രിമാരും പരീശന്മാരും യഹൂദി ആധ്യാത്മിക നേതൃത്വമാണ്. എന്നാൽ അപ്പോസ്തോലിക സഭയിൽ അപ്പോസ്തോലന്മാർ സഭയ്ക്ക് നേതൃത്വം നൽകുന്നു. അപ്പോസ്തോലിക നേതൃത്വത്തിൽ പരിപാലനം ചെയ്യപ്പെടുന്ന ക്രൈസ്തവ സഭ അനുകരണീയമായി അനുധാവനം ചെയ്യേണ്ട മഹനീയ മാതൃകയാണ് യഥാർത്ഥത്തിൽ ഈ രണ്ട് സമൂഹങ്ങളെ ആത്മീക നേതൃത്വത്തെ താരതമ്യം ചെയ്തുകൊണ്ട് ധന്യനായ വിശുദ്ധ മത്തായി അപ്പോസ്തോലൻ ഓർമ്മിപ്പിക്കുന്നത്. യഹൂദ മതസമൂഹവും പരിശുദ്ധ സഭയും തമ്മിലുള്ള വ്യത്യാസം യേശുക്രിസ്തുവിൻ്റെ വാക്കുകളിലൂടെ പരിശുദ്ധനായ മത്തായി ശ്ലീഹ വിവരിക്കുന്നു. പ്രധാനമായി നാം ഓർക്കേണ്ടത് സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. യഥാർത്ഥത്തിൽ സഭ യഹൂദ മതത്തിൻ്റെ പിന്തുടർച്ചയല്ല, യഹൂദ മതത്തിലെ ഒരു നവീകരണ പ്രസ്ഥാനവുമല്ല. ദൈവരാജ്യ സംസ്ഥാപനം യേശുക്രിസ്തു നിർവഹിച്ചു. ആ ദൈവരാജ്യത്തിൻ്റെ നല്ല സാക്ഷികളായി ഈ സമൂഹത്തിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ, യേശുക്രിസ്തുവിൻ്റെ ധന്യമായ സാന്നിധ്യം നൽകുവാൻ കർത്താവ് വിളിച്ചു വേർതിരിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ ശരീരമാണ് യഥാർത്ഥത്തിൽ സഭ. അധികാരവും ഉത്തരവാദിത്തങ്ങളും യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ ദൈവരാജ്യ അനുഭവത്തിൽ വിനിയോഗിക്കണം എന്നതാണ് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രസക്തമായ ചിന്ത. ഇന്നും ക്രിസ്തീയ നേതൃത്വത്തിൻ്റെ, ക്രിസ്ത്യൻ ലീഡർഷിപ്പിൻ്റെ അപജയങ്ങൾ അനവധിയാണ്. ഒരു പരിധിവരെ പറഞ്ഞാൽ അന്ന് യേശുക്രിസ്തു ഓർമ്മിപ്പിച്ചതിലും അധികമായ വിഷയങ്ങൾ ഇന്ന് ഞാനും നിങ്ങളും അഭിമുഖീകരിക്കുന്നു. മോശയിക പീഠത്തിൻ്റെ പുഴുക്കുത്തുകളെ വിമർശന വിധേയമാക്കണം. വിനയപൂർവം മാറ്റത്തിന് വിധേയപ്പെട്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. സഹോദരങ്ങളെ,
യഹൂദ മത നേതൃത്വത്തെ വിമർശിക്കുവാൻ എളുപ്പമാണ്. നമുക്ക് ഇന്നാവശ്യം യഹൂദ മത നേതൃത്വത്തെ വിമർശിക്കുന്നതല്ല, മറിച്ച് നമ്മിലേക്ക് തിരിഞ്ഞു നോക്കി മോശയിക പീഠം, ഇന്നത്തെ നമ്മുടെ ആത്മീക നേതൃത്വം, അത് കുടുംബത്തിലും ഇടവകയിലും പരിശുദ്ധ സഭയിലും ആത്മീക നേതൃത്വം നൽകുന്നവർ എന്ന നിലയിൽ സ്വയവിമർശനത്തിന് നമ്മൾ വിധേയരാകണം. ആദർശം നമുക്കുണ്ട്, ആത്മീക മാതൃകയില്ല. മാതൃകകൾ കുറയുന്നു എന്നതാണ് ഇന്നിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. പ്രവൃത്തിയും പ്രഘോഷണവും തമ്മിൽ ബന്ധമില്ലാതെ ആത്മീക അധപ്പതനത്തിലേക്ക് നമ്മൾ നിബന്ധിക്കുന്നു. യേശുക്രിസ്തു പരാമർശിച്ച വിഷയത്തെക്കായിലും രൂക്ഷമാണല്ലോ ഇന്നിൻ്റെ വിഷയങ്ങൾ. ആത്മീക ജീവിതം, നേതൃത്വം നൽകുന്ന ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സമൂഹം കേവലം ഷോ ഓഫ്സുകളായി, കേവലം ആത്മീക പ്രകടനങ്ങളായി നമ്മുടെ പ്രവൃത്തികൾ അധപ്പതിക്കുന്നു. നേതൃത്വമെന്ന് വിവക്ഷിക്കുമ്പോൾ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളും ഉണ്ട് എന്ന് നാം ഓർക്കണം. കുടുംബജീവിതത്തിൽ മാതാപിതാക്കൾ നേതൃത്വത്തിൻ്റെ പ്രതീകങ്ങളാണ്. നമ്മുടെ സമൂഹത്തിൽ ആത്മീക സംഘടനകളിൽ നേതൃത്വം നൽകുന്നവർ, അധ്യാപകർ, അതുപോലെ തന്നെ ആത്മീക നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നവർ, സഹോദരങ്ങളെ, ഇന്നിൻ്റെ വെല്ലുവിളികൾ അത് നിസ്സാരമല്ല. ഗൗരവമായി അതിനെ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. യഥാർത്ഥത്തിൽ നാം ക്രിസ്ത്യാനികൾ എന്ന അർത്ഥതലത്തിൽ യേശു ക്രിസ്തുവിനെ സാക്ഷിക്കുവാനും ക്രിസ്തു പഠിപ്പിച്ച ദൈവരാജ്യത്തിലെ നേതൃത്വത്തിലേക്ക് കടന്നു വരുവാനും നമുക്ക് സാധിക്കണം. ബോധപൂർവമായ പരിശ്രമം ഇതിൽ നമുക്കുണ്ടാകണം. സമൂഹത്തെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. വളരുന്ന സെക്കുലറിസവും ഈ ലോകത്തിൻ്റെ ആർഭാട ജീവിതവുമൊക്കെ നമ്മെ സ്വാധീനിക്കുന്നു എന്നത് പ്രത്യക്ഷമായ കാരണമാണ്. എന്നാൽ അതിനേക്കാൾ ഉപരിയാണ് വിശുദ്ധ മാമോദീസായിലൂടെ ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നു. വിശുദ്ധ ജനമായി ദൈവം നമ്മെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഈ സമൂഹത്തെ, ഈ ലോകത്തെ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ പരിണമിപ്പിക്കുവാൻ നമുക്ക് ചുമതലയുണ്ട്. ഈ ബോധ്യം നമുക്കുണ്ടാകണം. ഇവിടെ യേശു ക്രിസ്തു പ്രതിപാദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ പ്രധാനപ്പെട്ട വശമെന്ന് പറയുന്നത് 3 കാര്യങ്ങൾ കർത്താവ് പറയുന്നു. ഗുരു, അധികാരി, പിതാവ്. യേശുക്രിസ്തു പറയുന്നു, യഹൂദ മത നേതൃത്വത്തിന് റബി എന്ന് വിളിക്കപ്പെടുവാൻ ഇഷ്ടമാണ്. അങ്ങാടിയിൽ വന്ദനം, അത്താഴത്തിൽ മുഖ്യാസനം കർത്താവ് എത്ര ഭംഗിയായിട്ടാണ് വിവരിക്കുന്നത്. അതുപോലെ തന്നെ പിതാവ് എന്ന നിലയിൽ സമൂഹത്തിൻ്റെ ഉന്നത സ്ഥാനം, അതിൽ വിരാജിക്കുവാനും എല്ലാവർക്കും താല്പര്യമാണ്. എന്നാൽ യേശുക്രിസ്തു ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങളെ ദൈവരാജ്യത്തിൻ്റെ ക്രമീകരണത്തിൽ നിങ്ങളെ ഗുരുവെന്ന് വിളിക്കപ്പെടുവാൻ ആഗ്രഹിക്കരുത്, നിങ്ങളെ അധികാരി എന്ന് വിളിക്കപ്പെടുവാൻ ആഗ്രഹിക്കരുത്. നായകൻ ക്രിസ്തു മാത്രമാണ്. പിതാവ് സർവശക്തനായ ദൈവം മാത്രമാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? യഥാർത്ഥത്തിൽ ഗുരുവും അധികാരിയും പിതാവും ശുശ്രൂഷയിൽ ക്രമീകരിക്കണമെന്ന മഹത്തരമായ ആശയമാണ് കർത്താവ് പ്രതിപാദിക്കുന്നത്. ത്രിയേക ദൈവം മാത്രമാണ് വിശുദ്ധനും ഗുരുവും അധികാരിയും പിതാവും. ഇന്ന് വിവിധ സന്ദർഭങ്ങളിൽ അധികാരം പങ്കുവയ്ക്കുന്ന നമ്മളെല്ലാവരും ഓർക്കണം, അധികാരം ദൈവദത്തമാണ്. നമുക്ക് ലഭിച്ച ഗുരുസ്ഥാനവും നമുക്ക് ലഭിച്ച പൈതൃക സ്ഥാനവും നമുക്ക് ലഭിച്ചിരിക്കുന്ന നേതൃത്വവും യഥാർത്ഥത്തിൽ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് ലഭിച്ചതാണ്. അവിടെയാണ് ധന്യനായ പൗലോസ് അപ്പോസ്തലൻ ഇത് വളരെ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിലെല്ലാം ഈ ഗുരുസ്ഥാനവും പിതാവെന്ന സ്ഥാനവും ഒക്കെ വിശദീകരിക്കുമ്പോൾ അദ്ദേഹം വ്യക്തമായി തന്നെ പിതാവെന്ന് അഭിസംബോധന ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ക്രിസ്തുവിൽ നിങ്ങളെ ജനിപ്പിച്ചത് ഞാനാണ്, അതുകൊണ്ട് പിതാവ് ഞാനാണ്. അതുപോലെ തന്നെ പ്രബോധനത്തിൻ്റെ അർത്ഥതലത്തിൽ ഗുരു എന്ന സ്ഥാനവും ധന്യനായ പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയിൽ വിശുദ്ധ രഹസ്യങ്ങൾ ആഘോഷിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നു, ഈ ദൈവമല്ലാതെ വിശുദ്ധൻ ആരുമില്ല. പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവമാണ് വിശുദ്ധൻ. എന്നാൽ അതേ സമയം തന്നെ അതിനോട് ചേർന്ന് നമ്മൾ പറയുന്നു, പരിശുദ്ധ പിതാവ് നമ്മോടുകൂടെ. തൻ്റെ കഷ്ടപ്പാടാൽ ലോകത്തെ വീണ്ടെടുത്ത ജീവനുള്ള ഏകപുത്രൻ നമ്മോടുകൂടെ. സകലത്തെയും പരിപാലിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മോടുകൂടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, വിശ്വാസ സമൂഹത്തിൽ പിതാവെന്നാരെയും വിളിക്കരുതെന്നോ
അല്ലെങ്കിൽ ഗുരുവെന്ന സ്ഥാനം ആർക്കും ഇല്ലെന്നോ എന്നതല്ല ഈ വേദഭാഗം അർത്ഥമാക്കുന്നത്. വിശ്വാസ സമൂഹത്തിൽ സഭാഗാത്രത്തിൽ പിതാവെന്ന സ്ഥാനമുണ്ട്, ഗുരുവെന്ന സ്ഥാനമുണ്ട്, നേതൃത്വ സ്ഥാനങ്ങളുമുണ്ട്. എന്നാൽ ആ നേതൃത്വ സ്ഥാനവും ഗുരുസ്ഥാനവും പൈതൃകമായ സ്ഥാനവുമെല്ലാം യഥാർത്ഥത്തിൽ ദൈവദത്തമാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. ഇവിടെയാണ് നമ്മുടെ കുടുംബജീവിതത്തിലും ഇടവക ജീവിതത്തിലുമൊക്കെ നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്ഥാനങ്ങൾ അത് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയുടെ അടിസ്ഥാന കാഴ്ചപ്പാടിൽ ചിന്തിക്കണമെന്ന് വേദപുസ്തകം ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് 11-12 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: നിങ്ങളിൽ വലിയവനാകുവാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ശുശ്രൂഷക്കാരനാകണം. തന്നെത്താൻ ഉയർത്തുന്നവൻ എല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ എല്ലാം ഉയർത്തപ്പെടും. ഇതാണ് സഭയുടെ പ്രമാണം. ഇതാണ് സ്വർഗരാജ്യത്തിൽ അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൻ്റെ ശരിയായ അർത്ഥതലം. നമ്മുടെ സഭാചരിത്രം പരിശോധിക്കുമ്പോൾ യേശുക്രിസ്തു പ്രതിനിധാനം ചെയ്ത, കർത്താവ് സംസ്ഥാപിച്ച ദൈവരാജ്യത്തിൻ്റെ നല്ല അനുഭവത്തിൽ പിതാക്കന്മാരും ഗുരുക്കന്മാരും ശ്രേഷ്ഠരായ ആത്മീയ നേതൃത്വവും നമുക്കുണ്ടായിരുന്നു. അപ്പോസ്തോലിക പാരമ്പര്യത്തിലും അപ്പോസ്തോലിക സഭയുടെ ക്രമീകരണത്തിലും എത്ര ഭംഗിയായിട്ടാണ് പിതാക്കന്മാരെക്കുറിച്ച് വിവരിക്കുന്നത്. അവർ യേശുക്രിസ്തുവിൽ ശുശ്രൂഷയുടെ മനോഹരമായ ക്രമീകരണങ്ങൾ ലോകത്തിന് നൽകിയ പിതാക്കന്മാരാണ്. പരിശുദ്ധനായ പരിമല തിരുമേനിയും പരിശുദ്ധനായ പാമ്പാടി തിരുമേനിയും വട്ടശ്ശേരിയിൽ പരിശുദ്ധനായ മോർ ദിവന്നാസ്യൂസ് തിരുമേനിയും ഒക്കെ അടങ്ങുന്ന മലങ്കര സഭയുടെ പിതാക്കന്മാരുടെ വൃന്ദവും ശുശ്രൂഷയുടെ മനോഹര അർത്ഥതലത്തിൽ ദൈവരാജ്യത്തിൻ്റെ മഹനീയ മാതൃകകളായി നിലനിൽക്കുന്നു. അപ്പോസ്തോലന്മാരിൽ സമാരംഭിച്ച രക്തസാക്ഷികളും അപ്പോസ്തോല പിതാക്കന്മാരും സഭാപിതാക്കന്മാരും അടങ്ങുന്ന വലിയൊരു നേതൃത്വത്തിൻ്റെ മാതൃക ഇന്നും ജീവിക്കുന്ന മാതൃകകളായി നമ്മുടെ സമൂഹത്തിലുണ്ട്. സഭാഗാത്രത്തിൽ ആ ജീവിക്കുന്ന മാതൃകകളാണ് നമ്മെ സംബന്ധിച്ച് ഏറ്റവും അധികം അനുകരണീയം എന്ന് നാം ഓർക്കണം. യേശുക്രിസ്തു പഠിപ്പിച്ച ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ നമ്മുടെ ശുശ്രൂഷയുടെ അർത്ഥതലം വളരെ വലുതാണ് എന്ന് നാം ഓർക്കണം. കഴിഞ്ഞ ദിവസം ദിവംഗതനായ മലയാളത്തിൻ്റെ മഹാകവി അക്കിത്തം അച്യുതൻ നമ്പൂതിരി 1947 തൃശ്ശൂർ സ്വരാജ് റൗണ്ടിനോട് ചേർന്ന് ഫുട്പാത്തിൽ കണ്ട അത്രമേൽ ഉള്ളുലയ്ക്കുന്ന ഒരു കാഴ്ചയെ അദ്ദേഹം ഇപ്രകാരം വിവരിച്ചു: നിരത്തിൽ കാക്ക കുത്തുന്നു ചത്ത പെണ്ണിൻ്റെ കണ്ണുകൾ, മുല ചപ്പി വലിക്കുന്നു നരവർഗ നവാതിഥി. സന്ദർഭം ഇതാണ്: ഒരു സ്ത്രീ നിരത്തിൽ ഫുട്പാത്തിൽ മരിച്ചു കിടക്കുന്നു. എന്നാൽ മരിച്ചു കിടക്കുന്ന സ്ത്രീയുടെ മാർവിൽ നിന്ന് ഇപ്പോൾ ജനിച്ചു വീണ കുഞ്ഞ് പാല് കുടിച്ചുകൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, സമൂഹത്തിൻ്റെ ഇന്നിൻ്റെ പരിച്ഛേദനം ഇതിൽ നമുക്ക് മനസ്സിലാകുവാൻ സാധിക്കും. ശുശ്രൂഷയുടെ ബലഹീനരെയും ദരിദ്രരെയും ഒന്നുമില്ലാത്തവരെയും കരുതുവാൻ വേണ്ടി ദൈവം നമ്മെ ഗുരുക്കന്മാരായി, പിതാക്കന്മാരായി, അതുപോലെ തന്നെ ക്രിസ്തീയ നേതൃത്വത്തിൽ ആക്കി വച്ചിരിക്കുന്നു. ആ ശുശ്രൂഷയുടെ മഹനീയത തിരിച്ചറിഞ്ഞ് പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കുന്നതിലൂടെ, വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ ക്രിസ്തീയ നേതൃത്വത്തിൻ്റെ മഹനീയതയിലേക്ക് കടന്നു വരുവാൻ നമുക്ക് സാധിക്കണം. മോശയിക പീഠത്തിലെ പുഴുക്കുത്തുകൾ യേശുക്രിസ്തു വിമർശന വിധേയമാക്കുന്നു. അവിടെ കർത്താവ് പഠിപ്പിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെ നല്ല മാതൃകയിലേക്ക് കടന്നു വരുവാനാണ് യേശുക്രിസ്തു നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. കർത്താവ് സംസ്ഥാപിച്ച ദൈവരാജ്യത്തിൻ്റെ നല്ല ശുശ്രൂഷകരായി ശുശ്രൂഷയുടെ അർത്ഥതലത്തിൽ പിതാവെന്ന സ്ഥാനം, ഗുരുവെന്ന സ്ഥാനം, നായകനെന്ന സ്ഥാനം ദൈവരാജ്യ മഹത്വത്തിനു വേണ്ടി ഉപയോഗിക്കുവാൻ സർവശക്തൻ നമ്മെ ശക്തീകരിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.